പ്രേംലാലെ, നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിചിത്രമായ നടപടിയെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത ചർച്ച ചെയ്യുന്നത്. ജോ ബൈഡൻ, അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഭരണകാലത്ത് പുറത്തിറക്കിയ ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയെന്നാണ് അമേരിക്കയിൽ നിന്നും വരുന്ന വാർത്തകൾ. നമുക്ക് ട്രംപിന്റെ നടപടിയെ എങ്ങനെ വിലയിരുത്താം? തുഫൈൽ, ഇത് വലിയ വിചിത്രമായതും ആശ്ചര്യകരമായ സംഗതിയാണ്. കാരണം ഒരു പ്രസിഡന്റിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇറക്കിയ ഉത്തരവുകൾ മറ്റൊരു പ്രസിഡന്റ് വന്നിട്ട് എങ്ങനെയാണ് റദ്ദാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ സാങ്കേതികത്വം എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല. പക്ഷേ ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ട്രൂത്ത് അക്കൗണ്ടിൽ അദ്ദേഹം ഇറക്കിയ ഒരു പ്രസ്താവന പ്രകാരം അദ്ദേഹം പറയുന്നത്, ജോ ബൈഡൻ ഇറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡറുകളെല്ലാം തന്നെ ഞാൻ റദ്ദാക്കുകയാണ്. കാരണം ഈ ജോ ബൈഡൻ എന്ന് പറയുന്ന ഒരു ഉറക്കം തൂങ്ങിയാണ്. അദ്ദേഹം നടത്തിയ ഉത്തരവുകളെല്ലാം തന്നെ ഒരു 90% ഉത്തരവുകളെല്ലാം അദ്ദേഹത്തിന്റെ ഓട്ടോപെൻ, അതായത് ഓട്ടോപെൻ എന്താണെന്ന് നമുക്ക് പിന്നീട് വിശദീകരിച്ച് പറയാം. ഓട്ടോപെൻ വഴി നടത്തിയ ഒപ്പിടലാണ്. അദ്ദേഹം ആ സംഗതികളൊന്നും മര്യാദക്ക് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെ ജോ ബൈഡന്റെ ബോധ്യത്തിൽ അല്ലെങ്കിൽ പരിഗണനയിൽ വരാത്ത വിഷയങ്ങളിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ടാകും. അപ്പൊ അത്തരത്തിൽ വന്ന എല്ലാ ഉത്തരവുകളും താൻ റദ്ദാക്കുന്നു. ഇനി ആ ജോ ബൈഡൻ അന്ന് നൽകിയ ഉത്തരവുകളെല്ലാം തന്നെ അത് നിയമപരമായി സാധുതയുള്ളതാണെന്ന് ആരെങ്കിലും വാദിച്ചു വന്നാൽ അവർക്കെതിരെ വഞ്ചനാ കുറ്റം ചുമത്തും എന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ട്രംപ് ഇദ്ദേഹത്തെ ഓട്ടോപെൻ പരാമർശം നടത്തുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. എന്താണ് ഈ ഓട്ടോപെൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ഒരു യന്ത്ര സംവിധാനമാണ്. നമ്മൾ ഈ ഡിജിറ്റൽ സൈൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച്. ഇത് അതിന്റെ കുറച്ചുകൂടി മുമ്പുള്ള ഒരു രൂപം. ഒരു യന്ത്ര സംവിധാനം ഉപയോഗിച്ച് ഒരു യന്ത്ര കൈ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒപ്പിടുന്നത് അതേപോലെ ഒരു യന്ത്ര കൈയിൽ ഒരു പേന ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ആ പേന നമ്മൾ ആരുടെ ഒപ്പാണോ നിർദ്ദേശിക്കുന്നത് ആ ഒപ്പ് പകർത്തി നൽകും. അതാണ് ഈ ഡിജിറ്റൽ ഈ ഓട്ടോ പെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ബൈഡൻ ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ച് പല ഉത്തരവുകളും ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം. അത് പക്ഷേ വാസ്തവം എന്തെന്നാൽ ഈ അമേരിക്കയിൽ ഇത്തരത്തിലെ ഓട്ടോപെൻ എന്ന് പറയുന്ന സംവിധാനം അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരു ദിവസം 100 കണക്കിന് ഫയലിൽ ഒപ്പിടേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അങ്ങനെയാണ്, ആ അധികാര ശ്രേണി അങ്ങനെയാണ്. അപ്പോൾ ഈ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ പരിഗണനയിൽ വരുന്ന പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വിശ്വസ്തരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവനക്കാർ ഓട്ടോപെൻ സംവിധാനം വഴി ഒപ്പിടും എന്നുള്ളതാണ് അവിടുത്തെ നിയമം. ഇപ്പൊ 2005 അമേരിക്കയിലെ നിയമവകുപ്പ് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോപെൻ സംവിധാനത്തിലൂടെ ഒപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്, അതിന് നിയമപരമായി സാധുതയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് ഹൗസിന്റെ ദൈനംദിന ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതൽ ദൈനംദിന ഭരണനിർവഹണ കാര്യങ്ങൾക്ക് വരെ ഇത്തരത്തിൽ ഓട്ടോപെൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഒപ്പിടും. അത് സാധാരണയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയിലെ പഴയ പൂർവ്വകാല ഭരണകർത്താക്കൾ മുതൽ സമീപകാലം, ഇപ്പൊ ട്രംപ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, ട്രംപിന് മുമ്പുള്ള ബൈഡന്റെ ഭരണകാലത്ത് വരെ ഈ ഓട്ടോപെൻ സംവിധാനം അമേരിക്കയിൽ ഉണ്ട്. പക്ഷെ ട്രംപ് ഈ ബൈഡനെ ട്രോളുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ ട്രംപ് വൈറ്റ് ഹൗസിൽ അധികാരമേറ്റ സമയത്താണെന്ന് തോന്നുന്നത്, ജനുവരിയിലാണല്ലോ, 2025 ജനുവരിയിലാണല്ലോ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ആ സമയത്ത് അതുവരെയുള്ള സൈനിക മേധാവികൾ, അതായത് അമേരിക്കയിൽ പ്രസിഡന്റുമാരാണ് പരമോന്നത സൈനിക മേധാവി, കമാൻഡർ ഇൻ ചീഫ് എന്നാണ് പറയുക. അത്തരത്തിൽ അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫുമാരുടെ ഛായാചിത്രങ്ങൾ വൈറ്റ് ഹൗസിൽ പ്രദർശിപ്പിക്കുന്ന, ഫ്രെയിം ചെയ്ത് അതുവരെയുള്ള പ്രസിഡന്റുമാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. അപ്പോ ബരാക് ഒബാമ, ട്രംപ്, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്ത് ബൈഡന്റെ ഭരണകാലത്ത് ബൈഡന്റെ ചിത്രത്തിന് പകരം ഒരു ഓട്ടോപെന്നിന്റെ ചിത്രമാണ്, ബൈഡന്റെ ഒപ്പിടുന്ന ഒരു ഓട്ടോപെൻ ചിത്രമാണ് വാസ്തവത്തിൽ ട്രംപ് അവിടെ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ഈ ഓട്ടോപെൻ പരാമർശം ട്രംപ് അത് നേരത്തെ തന്നെ നടത്തി. ഇപ്പൊ അദ്ദേഹം അത് രേഖാമൂലമാക്കി എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ട്രംപ് പറഞ്ഞതുപോലെ ബൈഡന്റെ ഭരണകാലത്ത് ഇറക്കിയ ഇത്തരം ഉത്തരവുകൾ റദ്ദാക്കുമെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വൈറ്റ് ഹൗസ് കാര്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പൊ ട്രംപ് അദ്ദേഹത്തിന്റെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. പക്ഷെ അത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ളതാകില്ല എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ പിടിവാശിക്ക് അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.
പക്ഷെ ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ കഴിഞ്ഞ മാസം വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടായി. അതിന്റെ കാരണം പ്രതിപക്ഷം അവർക്ക് ധനവിനിയോഗ ബില്ല് അനുമതി കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ കാരണം ഉണ്ടായത് ബൈഡന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ പല ജനക്ഷേമ പദ്ധതികളും ട്രംപ് വന്നിട്ട് അട്ടിമറിച്ചു. അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. പ്രധാനമായി പറയുകയാണെങ്കിൽ ആരോഗ്യ പരിപാലന രംഗത്ത് സൗജന്യ ചികിത്സ അടക്കം നൽകുന്ന, അല്ലെങ്കിൽ അതിന് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന അടക്കമുള്ള പദ്ധതികൾ ട്രംപ് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇത്തരത്തിൽ ബൈഡന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളും ട്രംപ് വന്നിട്ട് അട്ടിമറിക്കുകയോ അത് നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നേരത്തെ ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് കുറച്ചുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഭരണ പ്രതിസന്ധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അദ്ദേഹത്തിലെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ പോലും അദ്ദേഹത്തിന് എതിരെ ഉള്ള ലൈംഗിക ആരോപണ കേസിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇമ്മാതിരി ഒരു എന്താ പറയുക ഒരു ഷോ, ഒരു എന്താ പറയുക വെറും ഒരു ഷോ എന്ന രീതിയിൽ ബൈഡൻ, അദ്ദേഹത്തിന് 92 വയസ്സുണ്ട്, അദ്ദേഹത്തിനെ ഇപ്പോഴും ചോദ്യമുനയിൽ നിർത്തി ഈ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഇത്തരം ഉത്തരവുകൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ബോധമില്ലാതെ ചെയ്തതാണ്, അദ്ദേഹം ഉറക്കം തൂങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നു.